ഫിഫ ലോകകപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ ഉറ്റുനോക്കുന്ന രണ്ട് ടീമുകളൊന്നാണ് അർജന്റീന, ബ്രസീൽ. ഇത്തവണ അർജന്റീന 26 അംഗ സ്ക്വാഡിനെ സ്കോളോണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അർജന്റീന ടീമിന് നിരവധി ദൗർബല്യങ്ങളുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ കുറച്ചേറെ പ്രശ്നങ്ങൾ ആ ടീമിനുണ്ട്. കാരണം മെസ്സിയുടെ പ്രായം, ടീമിലെ പരിക്കുകൾ, പിന്നെ ചില ടീമിലുണ്ടാകുന്ന കുറച്ച് അഴിച്ചുപണികൾ അടക്കം കുറച്ച് കാര്യങ്ങൾ അവിടെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ലോകകപ്പിന് ഇറങ്ങുന്നത്. രണ്ടാമത് കിരീടം നിലനിർത്തുക എന്നുള്ളൊരു വലിയൊരു സാധ്യതയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ് അവരെ മുന്നിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നോക്കിക്കാണാൻ പറ്റും? ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അർജന്റീനക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നിലവിലെ ചാമ്പ്യന്മാർ, കോപ്പയിലും ചാമ്പ്യന്മാരായിട്ട് ലോകകപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ ഈ സ്ക്വാഡ് നമുക്കറിയാം, എല്ലാം ഇന്നലെ സ്ക്വാഡിൽ സംസാരിക്കുമ്പോൾ തന്നെ 9 ടീമുകൾ പിന്നെ നമുക്ക് വെല്ലുവിളി ഉയർത്താൻ അല്ലെങ്കിൽ ലോകകപ്പിന് നേടാൻ സാധ്യതയുള്ള ടീമുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിൻ്റെയും ജർമ്മനിയുടെയും സ്പെയിൻ്റെയും ഫ്രാൻസിൻ്റെയും ഉൾപ്പെടെയുള്ള പേരിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടീമിലേക്ക് നോക്കുമ്പോൾ നിലവിലെ അവസ്ഥയിൽ അർജന്റീനയിലെ ലയണൽ മെസ്സി എന്നത് താരം, ആ താരം തന്നെയാണ് ടീമിൻ്റെ ഒരു ശക്തി. ആ ശക്തിക്ക് തന്നെ ചെറിയൊരു മൂർച്ചക്കുറവ് വരുന്നുണ്ടോ എന്നുള്ള സംശയം, പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, പരിക്കിന് ഹാംസ്ട്രിങ് കൈവസം പറഞ്ഞ പരിക്ക് പറയുന്നുണ്ട്, ആശങ്കകൾ ഒരുപാടുണ്ട്. പഴയ പോലെ ഗോൾ അടിക്കാനുള്ള ഒരു ഇതുണ്ടോ ഇപ്പം ഇന്റർ മിയാമിയിൽ കളിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള സംശയങ്ങളൊക്കെ. ഇന്റർ മിയാമിയിൽ കളിക്കുമ്പോൾ പോലും മെസ്സിക്ക് പലപ്പോഴും ഒരു മുന്നേറ്റത്തിലകത്ത് ദൗർബല്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ലിജൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇന്റർ മിയാമിലേക്ക് പോയപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് വേറെ ഒന്നിനും നോക്കാനില്ല, ഇനി അവിടെ ഗോൾ അടിച്ച് കൂട്ടുക എന്നിട്ട് ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ആ പ്രതീക്ഷ എളുപ്പമായിരുന്നില്ല, പ്രായത്തിന്റെ ഒരു ആധിക്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവർ ലോകപ്പിലോട്ട് വരുമ്പോഴും നമുക്ക് അവിടെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഗോൾ അടിക്കാനുള്ള ഒരു ഇത് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഏഞ്ചൽ ഡി മരിയ എന്നൊരു ഫാക്ടർ ഉണ്ട്. ഏഞ്ചൽ ഡി മരിയ എന്തായിരുന്നു അർജന്റീന ഫുട്ബോൾ ആരാധകർക്ക് യാതൊരു സംശയമില്ലാത്തതാണ് മരിയ ഇല്ലാത്തത്. മരിയ ഇല്ലാത്ത ലോകകപ്പ് എന്നുള്ളത് ഒരു എന്താണ് പറയേണ്ടത്, വലിയൊരു നെടുന്തൂട് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. കഴിഞ്ഞ ലോകകപ്പിലായാലും കോപ്പയിലായാലൊക്കെ മരിയ എന്തായിരുന്നു എന്നും മെസ്സിക്കും അല്ലെങ്കിൽ ആ ടീമിനും മരിയ കൊടുത്ത ആ സ്ട്രെങ്ത് എന്തായിരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു അഭാവം നികത്താൻ പറ്റുന്ന ഒരു താരം, നിരവധി പ്രതിഭകൾ അർജന്റീന ടീമിലുണ്ട്. പക്ഷേ ആ പ്രതിഭയുടെ വിടവ് നികത്താൻ പറ്റുന്ന ഒരു താരത്തിനെ നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. സ്ക്ലോണിക്കയിൽ ഒരുപാട് പദ്ധതികളുണ്ടാവാം, ആക്ഷനുകളുണ്ടാവാം, താരങ്ങളുണ്ടാവാം, എല്ലാം ഉണ്ടാവും. പക്ഷെ അവിടേക്ക് ആ ഒരു വിടവ് അത് എടുത്ത് കാണിക്കുമ്പം ആ വിടവും മെസ്സിയുടെയും നമ്മൾ മൂർച്ചക്കുറവും കൂടെ വരുമ്പോഴേക്ക് മെസ്സിയുടെ മൂർച്ചക്കുറവ് അല്ലെങ്കിൽ പഴയ ശക്തിയിലാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഇത് മെസ്സിയാണ്. മെസ്സി ഇങ്ങനത്തെ ഒരു പോരാട്ടത്തിലേക്ക് വരുമ്പോൾ, കലാശ പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ലോക വേദിയിലേക്ക് വരുമ്പം മെസ്സി നമ്മൾ ഒരിക്കലും പ്രായം ഒരു പ്രതിഭ വളർത്തുന്നതല്ല, 40-കാരനായ റൊണാൾഡോ കളിക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്കറിയാം, അതിലൊന്നും നമ്മൾ വരുന്നില്ല. പക്ഷേ നിലവിൽ ഇന്റർ മിയാമിലും മറ്റും കളിക്കുമ്പോഴുള്ള മെസ്സിയുടെ ഒരു ഗോൾ അടിക്കാനുള്ള അല്ലെങ്കിൽ മെസ്സിയുടെ ഒരു പരിക്കിൻ്റെ ഒരു ആശങ്ക മാത്രമാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ കൂടി മരിയയുടെ അഭാവവും ഈ മെസ്സിയുടെ നിലവിലെ ഒരു അവസ്ഥയും കൂടെ നോക്കുമ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് തോന്നുന്നു. ലിജൻ ഇപ്പൊ പറഞ്ഞ പോലെ ഡി മരിയയുടെ കാര്യം പറഞ്ഞു. ഡി മരിയ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയപ്പോഴും ഏറ്റവും വികാരപരമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് മെസ്സി. പക്ഷെ നമ്മളപ്പോൾ തന്നെ മെസ്സി കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അതിനു മുമ്പുള്ള ലോകകപ്പിൽ നമ്മൾ അർജന്റീന ടീമിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ മെസ്സിയെ മാത്രം ചുറ്റിപ്പറ്റി പോകുന്ന ടീമായിരുന്നു അർജന്റീന. പക്ഷേ ഖത്തർ ലോകകപ്പിന് ശേഷം നമുക്ക് ഖത്തർ ലോകകപ്പ് നമ്മൾ കണ്ടു വെച്ചാൽ മെസ്സിയെ ചുറ്റിപ്പറ്റിയല്ല ടീമുള്ളതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അന്ന് അവിടെ മെസ്സിക്കൊപ്പം തന്നെ നിന്ന ഒരു പോരാളിയായിരുന്നു ഡി മരിയ. പക്ഷെ അപ്പോഴും മെസ്സിയുടെയും ഡി മരിയയ്ക്ക് ചുറ്റും അവർക്കൊരു വലിയൊരു യുവനിര ഉണ്ടായിരുന്നു. ആ യുവനിരനെ തന്നെ സ്കോളോണിക്ക് ഈ തവണയെ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ അതിനേക്കാളും കുറച്ച് മൂർച്ച 17 പേര് പിടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മരിയക്ക് വരാൻ ജൂലിയ അൽവാരസ് ഉണ്ട്, നിക്കോ പാസ് ഉണ്ട്. ഈ 2 താരങ്ങളെ അത് എത്രത്തോളം ഉപയോഗിക്കപ്പെടാൻ പറ്റും അല്ലെങ്കിൽ അവർ എത്രത്തോളം മികവ് കാട്ടും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മരിയയുടെ അഭാവം ഉൾപ്പെടെ നീട്ടി മുന്നോട്ട് പോകുന്നത്. സ്ക്വാഡിൽ പ്രതിഭാസമ്പന്നരായ ഒരുപാട് കളിക്കാരുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ 17 പേര് പിന്നെ ഉണ്ട് പറയുമ്പോഴും യുവനിരയുടെ ഒരു സാധനമുണ്ട്. ലോകകപ്പ് വേദിയിലേക്ക് വരുന്ന സമയത്ത് അത്ര പരിചയസമയത്തിലത്തെ കാരണമുണ്ട്. ഫുൾ ബാക്കിലേക്ക് വരുമ്പോൾ വലിയ ആശങ്കകൾ പിന്നെ അർജന്റീനയ്ക്ക് ഇപ്പോൾ ഉണ്ട്. ഏറ്റവും വലിയ ആശങ്ക നമ്മൾ ഈ ഗോളടിയുടെ സാധനം വരുമ്പോൾ നമ്മൾ ഫുട്ബോളിൽ ഗോളടി പോലെ തന്നെയാണ് ഗോൾ തടുക്കിൽ നിന്നുള്ള സാധനം വരുന്നുണ്ട്. ഫുൾ ബാക്കിൽ അർജന്റീനക്ക് ഒട്ടേറെ ആശങ്കയുണ്ട്. അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ള സ്കൂളിന്റെ പ്രധാന തലവേദന ഞാൻ കരുതുന്നു. കാരണം അവിടുത്തെ ആശങ്കകൾ പരിഹരിച്ചില്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഗോൾ വലക്ക് മുന്നിൽ ഏത് താരമായാലും നമുക്കറിയാം, മാർട്ടിനസ് ആയാലും ആരായാലും സൂപ്പർ ഹീറോ ഉണ്ടായാലും ഫുൾ ബാക്കിന്റെ ഒരു അഭാവം ആ ടീമിന്റെ മൊത്തത്തിൽ പിന്നോട്ടടിക്കും. ഇപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ ഫൈനലിലേക്ക് അല്ലെങ്കിൽ പിന്നെ ക്വാർട്ടർ ലൈനപ്പിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് അത് വലിയ പ്രശ്നമായി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ ബാക്കിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ആദ്യം നോക്കുന്നത്. ഇപ്പോൾ ഈ ലിജനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്, മെസ്സിയുടെ കോടകളും ഇന്നത്തെ ഇപ്പം നമ്മൾ ഈ ജോസ് മാനുവൽ എന്ന് പറയുന്നൊരു താരത്തെ കാര്യം പറയുന്നത് അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന താരം തോന്നുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ ആൽവാരസിന്റെ കാര്യമായിക്കോട്ടെ, മാർട്ടിനസിന്റെ കാര്യമായിക്കോട്ടെ, ഇവർ രണ്ടും കഴിഞ്ഞ ലോകകപ്പിൽ അടക്കം വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിച്ച താരങ്ങളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മെസ്സിക്കൊപ്പം നിന്ന് പോരാടാൻ പറ്റിയ താരങ്ങളാണ്. അത് തന്നെയായിരിക്കും ഇത്തവണയും ഈ സ്കോളോണിയെ അല്ലെങ്കിൽ ഈ
ഇങ്ങനെ ഒരു ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധത്തിലായിക്കോട്ടെ മുന്നേറ്റത്തിലായിക്കോട്ടെ ഒരിക്കലും ഒരു കുറവുകൾ പാടില്ല എന്ന് ഉറപ്പിച്ചാണ് സ്കൊളോണി ടീമിനെ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ തവണ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ കുറച്ച് പരിക്കുകൾ അവിടെ ആശങ്ക, മെസ്സിക്ക് പരിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പറയുമ്പോൾ ഈ പരിക്കിന്റെ കാര്യം പറയുമ്പോൾ റൊമേറോയുടെ കാൽമുട്ടിന് പരിക്കുണ്ട്, മെസ്സിക്കും അതുപോലെ തന്നെ നമ്മള് മെസ്സിയുടെ കാര്യം പറയുമ്പോൾ തന്നെ അല്ല മാർട്ടിനസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു കാര്യമാണ് ഈ പരിക്കിന്റെ കാര്യത്തിൽ നമ്മുടെ ഗോൾ കീപ്പറിന്റെ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം അർജന്റീന ടീമിന്റെ ഒരു വലിയ കരുത്തെന്ന് പറഞ്ഞ അവരുടെ ഗോൾ കീപ്പറായിരുന്നു ഫൈനലിലടക്കം കണ്ടാണ്. പക്ഷെ ഈ പരിക്ക് പ്രത്യേകിച്ച് ഫുട്ബോളിൽ അല്ലെങ്കിൽ 90 മിനിറ്റ് അല്ലെ ഈ 120 മിനിറ്റിലേക്ക് ഓടിക്കളിക്കുന്ന ഒരു ഗെയിമാണ് അന്ന് നമുക്കറിയാം. പക്ഷെ അവരുടെ പരിക്ക് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അർജന്റീന ടീമിനെ സംബന്ധിച്ച് മെസ്സിയെ ചുറ്റിപ്പറ്റിയല്ലെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ടീം. പക്ഷെ അവിടെ ദൗർബല്യങ്ങളുണ്ട്. ഈ ഫുൾ ബാക്കിന്റെ കാര്യം പറയുന്നുണ്ട്, ഈ പരിക്കിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ആശങ്കയുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇത്തവണ പലരും ഒരു പ്രവചനം നടത്തുന്നത് ഇത്തവണ കപ്പിൽ ഇപ്പം യൂറോപ്പിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ പറയുന്നത് സ്പെയിന്റെ കാര്യം പറയുന്നുണ്ട്, അത് രണ്ടാമത് ഫ്രാൻസിന്റെ കാര്യം പറയുന്നുണ്ട്, മൂന്നാമത് ഇംഗ്ലണ്ടിന്റെ കാര്യം പറയുന്നുണ്ട്, 4ാം സ്ഥാനത്താണ് പലരും പ്രവചിക്കുന്നത് അർജന്റീനയുടെ കാര്യം. അപ്പൊ ഇവിടെ ഒരു ഫുൾ ടീം, അതായത് ഈ പരിക്കില്ലാതെ സ്ട്രെങ്ത് ആയിട്ടുള്ള ടീമിനെ ഇറക്കേണ്ടത് ഇവർക്ക് അനിവാര്യമാണ്. പറഞ്ഞിട്ടുണ്ട് ഇനി സൗഹൃദ മത്സരങ്ങൾ കളിച്ചിട്ട് ഈ താരങ്ങൾക്ക് കൂടുതൽ പരിക്കേൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകില്ല, അവരുടെ ഇത് ഫിറ്റ്നസ് എന്തായാലും പ്രശ്നമില്ലാതെ നോക്കും എന്ന് പറയുന്നുണ്ട്. 26 സ്ക്വാഡിൽ ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ പ്രധാന താരങ്ങളെല്ലാം പരിക്കിന്റെ പിടിയിൽ അല്ലെങ്കിൽ നിരന്തരം ഇടക്കിടെ പരിക്കേൽക്കുന്ന താരങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പം ഇനിയുള്ള സമയത്ത് ഈ സ്ക്വാഡിലാണെങ്കിൽ താരങ്ങൾക്ക് പ്രാഥമിക ഘട്ടത്തിലായാലും മുന്നോട്ടുള്ള യാത്രയിലായാലും പരിക്കേൽക്കാതെ മുന്നോട്ട് പോകാൻ എന്നൊരു വെല്ലുവിളിയുണ്ട്. ഈ മാർട്ടിനസ് പരിക്ക് ഭേദമായിട്ട് തിരിച്ചെത്തിയായിട്ട് റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായും അല്ല, അത് പറയുമ്പോൾ പറയാ ഇടക്കിടയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ താരങ്ങൾക്കെല്ലാം വരുന്നത്. ഈ പ്രായത്തിന്റെ ഫിറ്റ്നസിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മെസ്സിക്ക് ഉൾപ്പെടെ അത് കാണുന്നുണ്ട്. അപ്പം ഈ വരുന്ന ടൂർണമെന്റ്, ഫുട്ബോൾ പോലുള്ള ടൂർണമെന്റിൽ പരിക്ക് ഒരു കൂടെ ഇല്ല സാധനമാണ് ഓരോ കളിക്കാരൻ്റെയും. അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതെങ്ങനെ മറികടക്കുന്നത് നോക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ടീമിന്റെ സ്ട്രെങ്ത് പറഞ്ഞാലും അതിലേക്കും വരുമ്പോൾ മെസ്സി തന്നെയാണ് ആ ടീമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്കോളിന്റെ തന്ത്രങ്ങൾ, ഈ തന്ത്രങ്ങളും മെസ്സിയും ചേരുമ്പോൾ ഫുൾ ബാക്കിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഫുൾ ബാക്കിൽ പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹരിക്കാൻ പോകുന്ന ഒട്ടനവധി താരങ്ങൾ സ്ക്വാഡിലുണ്ട്. പിന്നെ ഇപ്പുള്ള താരങ്ങളിലല്ലാതെ ബാക്കപ്പിൽ താരങ്ങളുണ്ട്. പക്ഷെ അവർ എത്രത്തോളം വിനിയോഗിക്കും, അവർ എത്രത്തോളം അത് അവസരത്തിൽ ഉയരും എന്നാണ് അറിയേണ്ടത്. പക്ഷെ സ്കൊളോണി എന്നൊരു മാന്ത്രികനിൽ ടീമിന് വിശ്വാസമുണ്ട്, ആരാധകർക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ അത് കൃത്യമായി പടം നയിക്കാൻ വേണ്ടി മെസ്സി കളത്തിലുണ്ടാകുമ്പം ഈ തന്ത്രങ്ങൾ ആശാനും ശിഷ്യനും കൂടെ ചേരുമ്പം 4ാമത്തെ കിരീടത്തിലേക്ക് അർജന്റീന എത്തുന്നതന്നെ പ്രതീക്ഷിക്കുന്നവരാണ് ആരാധകർ. അതിലേക്ക് വലിയ സംശയം തോന്നുന്നില്ല. അങ്ങനെ അവരെ കരുത്ത് നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ. കരുത്ത് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞാൽ ഈ മാർട്ടിനസിന്റെ സാന്നിധ്യം പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡീപോളിന്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ 2000 ഖത്തർ ലോപ്പി നമ്മൾ കണ്ടിട്ടുണ്ട്. ഓടി നടന്ന് കളിച്ച് നമ്മുടെ ഡീപോളിൽ പലപ്പോഴും നമ്മൾ പറയുന്ന മെസ്സിയുടെ രക്ഷകൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം ടീമിന്റെ രക്ഷകൻ, ടീമിന് കാരണം പക്ഷെ അദ്ദേഹം കൊണ്ട ചവിട്ടുകളും അദ്ദേഹം കൊണ്ട ഇടിയും അത്രയും വിലപ്പെട്ടാണ്. കാരണം പലപ്പോഴും അർജന്റീനയുടെ ഓരോ നേട്ടത്തിനും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഇടിയും ചവിട്ടും കൊണ്ടത് എണ്ണം തന്നെയാണ് വരുന്നത്. ഡീപോളിന് അത് ഇത്രയും വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മാർട്ടിനസ് കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ഏറ്റവും പറയേണ്ട കാര്യമാണ് ഈ ഒരു നിക്കോപാസ് എന്ന് പറയുന്ന യുവതാരമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇത്തവണ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇവിടെ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് വലിയ പ്രതീക്ഷയാണ് ടീം അല്ലെങ്കിൽ പരിശീലനം അദ്ദേഹത്തിലേക്ക് കാണുന്നത്. കാരണം ഇത്തവണ മെസ്സിയുടെ അവസാന ലോകകപ്പായിട്ടാണ് അർജന്റീനയും 38 മെസ്സിക്ക് ഈ ലോകകപ്പ് ഉണ്ടാവാൻ സംശയമാണ്. ഇപ്പൊ പറഞ്ഞ തുടർച്ചയായ 2 ലോകകപ്പിൽ ഇടുന്നൊരു ക്യാപ്റ്റനായിട്ട് തന്നെ മെസ്സിക്ക് കളി അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ കിരീടം നിലനിർത്താൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ കിരീടം നിലനിർത്തിയ ബ്രസീലിനൊപ്പം തന്നെ ആ ഒരു ബ്രസീൽ അർജന്റീന എന്നാണ് നമ്മൾ എപ്പോഴും ഒരു ഫാൻ ബേസ് ഫാൻ വാറിലൊക്കെ വരുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് മെസ്സിക്ക് കിരീടത്തോട്ടത് എത്തിക്കാൻ പറ്റുന്ന തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 1958-ലും 62-ലും ബ്രസീൽ തുടർച്ചയായി നേടിയിട്ടുണ്ട്. ആ നേട്ടത്തിലേക്ക് ഈ പറഞ്ഞ 2022-26 മെസ്സി അത് ഖത്തർ ലോകകപ്പിന് ശേഷം ഇപ്പം ഈ വരുന്ന ലോകകപ്പിലേക്ക് കൂടെ എത്തിക്കാൻ വേണ്ടി പറ്റിയെങ്കിൽ അത് ചരിത്ര നേട്ടമായിരിക്കും. ഈ പറഞ്ഞ കരുത്തും ന്യൂനതകളും എല്ലാം നിൽക്കുന്ന ഒരു സ്ക്വാഡായിട്ടാണ് സ്ക്വാഡിന് സംഘമെത്തുന്നത്. പക്ഷേ അവിടെ എല്ലാം പറയുമ്പോഴും മെസ്സിഹായിൽ വിശ്വസിക്കുന്ന ഫുട്ബോൾ ആരാധകർക്ക് മെസ്സി എന്തായാലും കപ്പ് ഉയർത്തുന്നതിനെ പ്രതീക്ഷിക്കാവുന്നതാണ്.